കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്ത പേരായിരുന്നു അവനി ഡയസിൻ്റേത്. ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകയാണ് അവർ. തന്റെ റിപ്പോർട്ടിംഗ് കാരണം മോദി സർക്കാർ വിസ നീട്ടി നൽകിയില്ലെന്നും അതിനാൽ ഇന്ത്യ വിടുകയാണെന്നുമുള്ള അവരുടെ പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു. ഓസ്ട്രേലിയയിലെ ABC ന്യൂസിലെ സൗത്ത് ഏഷ്യൻ ബ്യൂറോ ചീഫാണ് അവനി ഡയസ്. ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. യൂത്ത് റേഡിയോ സ്റ്റേഷനായ ട്രിപ്പിൾ ജെയിലെ കറന്റ് അഫയേഴ്സ് ഷോയുടെ അവതാരകയായിരുന്നു മുൻപ് ഇവർ. 2 വർഷത്തിലധികമായി ഇന്ത്യയിലായിരുന്നു താമസം. 2019 ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻസ് അവാർഡുകളിൽ പബ്ലിക് ഇൻട്രസ്റ്റ് അവാർഡ് ഉൾപ്പെടെ വിവിധ അവാർഡുകൾ അവനിയെ തേടിയെത്തിയിരുന്നു. ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിനെതിരെ 32-കാരിയായ അവനി ഡയസ് കഴിഞ്ഞ മാസം യൂട്യൂബിൽ ഒരു വീഡിയോ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതാണ് വിസ നീട്ടി നൽകാത്തതിന് കാരണമെന്നാണ് അവരുടെ ആരോപണം. കഴിഞ്ഞ ജൂൺ 18 കാനഡയിലെ സറയിലെ സിഖ് ഗുരുദ്വാരയ്ക്ക് മുന്നിൽ അജ്ഞാതരുടെ വെടിയേറ്റ് നിജാർ കൊല്ലപ്പെട്ടത്. നിജാറിന്റെ വധത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് സെപ്റ്റംബറിൽ ട്രൂഡോ ആരോപിച്ചിരുന്നു. അന്നു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം വഷളാവുകയും ചെയ്തിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നരേന്ദ്രമോദി സർക്കാരിനെതിരായ നിർണായക റിപ്പോർട്ടിന് ശേഷം വിസ നീട്ടുന്നതിൽ പ്രശ്നങ്ങൾ നേരിട്ടെന്നായിരുന്നു അവനിയുടെ ആരോപണം. പെട്ടെന്ന് ഇന്ത്യ വിടാൻ അധികൃതർ തന്നോട് ആവശ്യപ്പെട്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും അവർ പറയുന്നു. എക്സിലൂടെയായിരുന്നു മാധ്യമപ്രവർത്തക രംഗത്തെത്തിയത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് പെട്ടെന്ന് ഇന്ത്യ വിടേണ്ടി വന്നു. റിപ്പോർട്ടിംഗ് അതിരുകടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിസ നീട്ടുന്നത് നിരസിക്കപ്പെടുമെന്ന് മോദി സർക്കാർ എന്നോട് പറഞ്ഞു. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഇടപെടലുകൊണ്ട് 2 മാസം കൂടി കാലാവധി ലഭിച്ചു. ഫ്ലൈറ്റിന് 24 മണിക്കൂർ മുമ്പായിരുന്നു ഇത്. എന്നാൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ പറഞ്ഞിരുന്നു. അതിനാൽ ജനാധിപത്യത്തിന്റെ മാതാവെന്ന് മോദി വിളിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിനം തന്നെ ഞങ്ങൾ ഇന്ത്യ വിട്ടു എന്നായിരുന്നു അവർ എക്സിൽ കുറിച്ചത്. ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികളെപ്പറ്റി തന്റെ പോഡ്കാസ്റ്റായ ലുക്കിംഗ് ഫോർ മോദി എപ്പിസോഡിലൂടെ അവർ വെളിപ്പെടുത്തിയിരുന്നു. അവനിയുടെ അവകാശവാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും നികൃഷ്ടവുമാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ അനുവദിച്ചില്ലെന്ന് പറയുന്നത് തെറ്റാണ്. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് 2 മാസം വിസ കാലാവധി നീട്ടി നൽകിയത്. 2024 ഏപ്രിൽ 20 വരെ സാധുതയുള്ളതായിരുന്നു അവരുടെ വിസ എന്നാണ് കേന്ദ്രം നൽകുന്ന വിശദീകരണം. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വാങ്ങിന്റെയും മറ്റു നയതന്ത്രജ്ഞന്മാരുടെയും ശ്രമഫലമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അവനി ഡയസിന് വിസ കാലാവധി നീട്ടി നൽകിയത്. ഇക്കാര്യം ABC ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവന് ഇന്ത്യ വിടുന്നതിന് 24 മണിക്കൂർ മുമ്പാണ് ഈ അറിയിപ്പ് വന്നത്. ഇന്ത്യൻ അധികൃതർ വിസ നീട്ടിയിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം അവനി ഡയസ് രാജ്യം വിടാൻ തീരുമാനിച്ചതെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ പറഞ്ഞു. അവന് ഇന്ത്യ വിട്ടെങ്കിലും ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.